പിന്നെ ഇടിക്ക് കുമൽ കൊട്ടും, പിന്നെ പുറ്റുമ കുമൽ, അരി കുമൽ. ഈ പിന്നെ ഈ ഇടിക്കുമൽ എന്നാണ് ഇപ്പം പുതിയ ഇടി ഇടിക്കുമ്പോൾ പെട്ടെന്ന് ആ നിലത്ത് ഉണ്ടാകും പൊതുന്നത്. അത് ഒന്നോ രണ്ടോ പൊന്തും, ഒറ്റ ഒന്നോ അല്ലെങ്കിൽ രണ്ട്. അതിൻ്റെ ഒരു ഭാഗത്ത് പൊന്തിയതിന് കുറച്ച് അപ്പുറത്തേതായിട്ട് വേറെയും പൊന്തും, ഒന്ന് രണ്ടെണ്ണം അങ്ങനെ പൊന്തി. അതിൻ്റെ കൂട്ടും കൂടി ഉണ്ടാവും. ഒന്ന് മാത്രമല്ല, ഒന്നിക്കൽ ഒന്നോ രണ്ടോ, ഒന്നേ ഉള്ളെങ്കിലും വരുന്നതിന് സമീപത്തായിട്ട് വേറെയും ഉണ്ടാവും ഒന്നോ രണ്ടോ. അതുകൊണ്ട് അത് അപ്പാടിനെ വരുന്നതിൻ്റെ അടുത്തുനിന്ന് ഞാൻ കിട്ടും, കുറച്ച് ദൂരെ കൂടി ആയാലും കിട്ടും. പിന്നെ എന്ന് വെച്ചാൽ പുറ്റുമ കുമൽ എന്ന് പറയും. അതിപ്പോൾ ഇപ്പമല്ല, ഇതിപ്പോൾ ഇടവല്ലേ, മിഥുനം അല്ല ഇടവല്ല, ഇത് മിഥുനം, കർക്കിടക മാസം. കർക്കിടം മിഥുനം കഴിയുന്ന ആ സംക്രാന്തി, കർക്കിടം പിറക്കുന്ന ആ സംക്രാന്തിക്ക് രണ്ട് ദിവസം മുമ്പിൽ സംക്രാന്തിയായിട്ട് പരതിയാൽ നമ്മൾ കൂൺ കൃഷി ചിലത് ഇങ്ങനെ കുടയായിട്ട് കുട പോലെ മലത്തിയിട്ട് ഇങ്ങനെ പുറ്റ് ഒരുപാട് ഈ നിലത്ത് ഈ പാമ്പിൻ്റെ പുറ്റാന്നെല്ലാം പറഞ്ഞിട്ട് നമ്മൾ പോകുന്നില്ല, ചതിൽ പുറ്റായിരിക്കും അത്, പാമ്പിൻ്റെ പുറ്റല്ല അത്. ഈ ചതിൻ്റെ കാഞ്ഞിരത്തിൻ്റെ മണ്ടക്ക്, പ്ലാവിൻ്റെ മണ്ടക്ക്, പാലിൻ്റെ മണ്ടക്ക്, മാവിൻ്റെ മണ്ടക്ക്, അങ്ങനെയെല്ലാം ഈ പ്ലാവിൻ്റെ മണ്ടക്ക് അതിനെല്ലാം ഇങ്ങനെ പുറ്റ് പോകും. ഈ വളത്തിൻ്റെ കൂട്ടൊക്കെ ചതൽ കൂട്ടിയിട്ട് എന്തെല്ലോ കാടും പടലും ഇട്ടിട്ടാകുമ്പോൾ മണ്ണും ചതലും ഈ ചപ്പും ചതലും ഇട്ടിട്ടാകുമ്പോൾ അത് ഈ പുറ്റ് പൊന്തി വരുന്നത്. അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ ചതൽ വന്നിട്ടാണ് പുറ്റ് പൊന്തി വരുന്നത്. അതെല്ലാം നമ്മൾ അതിൻ്റെ വട്ടക്കൾ വരിയിട്ട് പുറ്റ് പൊന്തി വരും. ആ പുറ്റ് അതിൻ്റെ ആടെ നമ്മളിങ്ങനെ ശ്രദ്ധിക്കണം. എന്നുവെച്ചാൽ ഇത് കണ്ടാൽ പിന്നെ ഒരു ദിവസം വിരിഞ്ഞാൽ പിന്നെ ഒരു മിനിറ്റ് നിൽക്കില്ല, പിന്നെ പൂശി വരും പെട്ടെന്ന് വിരിഞ്ഞ് കഴിഞ്ഞാൽ. ഈ വിരിയുന്നവരെ ആടെ നമ്മളിങ്ങനെ നിൽക്കും. ഇന്നിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നാളേക്ക് നമുക്ക് വിരിയും. ഇന്ന് ചെയ്യുക നമ്മളിപ്പോൾ ആ ദിവസം പോയി രണ്ട് തലേനെ സംക്രാന്തി ആയിട്ടാണ് കിട്ടുക. വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് കഴിഞ്ഞ് ചെറിയൊരു മുട്ട, ഒരു കൂമ്പ് പോലുള്ളൊരു മുട്ടാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരുപോലെ തല മാത്രം എത്തി നോക്കും. ഒരുപോലെ ഒരുപടി ഉണ്ടാവും, ഒരു 100-150 ഉണ്ടാവും ഒന്നിൻ്റെ പുറ്റ്. എത്രത്താണ്ട് പുറ്റ് വളർച്ചേൻ്റെ അത്രയും ഉണ്ടാവും. ഒരു മുറമൊന്നല്ല ഉണ്ടാവും, 2 മുറമെല്ലാം ഉണ്ടാവും ചില സമയത്ത്. വലിയ കുട പോലെയായിട്ട് ഇങ്ങനെ നടന്ന് നല്ല ഇത്ര വീതി ഉണ്ടാവും, ഇത്ര വീതി ഉണ്ടാവും. ഒരു ഇത്ര വീതി ഉണ്ടാവും കുമൽ വട്ടത്തിൽ. അതെങ്ങനെ നമ്മൾ കൊണ്ടുവന്ന് പറിച്ചിട്ട് കറിയെല്ലാം വെച്ചാൽ ഇത് നമുക്ക് 2-3 ദിവസത്തേക്ക് വരട്ടിയിട്ട് എങ്ങനെയല്ലോ തിന്നാൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇത് കിട്ടിക്കഴിഞ്ഞാൽ എന്താ വെച്ചാൽ നമ്മൾ അടുത്ത എല്ലാ വീട്ടിലും കൊടുക്കും. ഈ നമ്മൾ പുറത്തുനിന്ന് കിട്ടുന്ന കൂണായതെന്ന് വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടമായി, നല്ല രസമുള്ള നമ്മൾ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന കുമലെക്കാട്ടി നല്ല ഏറ്റവും നല്ല കുമൽ ഈ തന്നെത്താൻ ഉണ്ടാകുന്ന ഈ കുമലിനാണ് രുചി. നമ്മളിപ്പോൾ പിന്നെ വീട്ടിൽ കൂണുണ്ടാക്കുന്നുണ്ടല്ലോ, നമ്മൾ സാധാരണ നമ്മളിപ്പം പുല്ലിൻ്റെ അകത്തോ അതിൻ്റെ അകത്തുള്ള നട്ടിൽ ആ കൂണിൻ്റെക്കാട്ടി രുചി ഈ നിലത്ത് നിന്ന് ഉണ്ടാക്കുന്ന കൂണാണ് രുചി. അതുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ ശരിക്കും അത് എല്ലാവർക്കും നല്ല ഇഷ്ടമായിരിക്കും, അത്ര ഇതാണ്. അങ്ങനെ നമ്മൾ കുറച്ച് കൂണ് കിട്ടിയെന്ന് ചോദിച്ചാൽ കൊടുത്തു കഴിഞ്ഞാൽ അപ്പുറം ചോദിച്ചു ഇപ്പുറം ചോദിച്ചു നന്നാലും ഒരു അയ്യഞ്ച് കണ്ട് 10 കണ്ട് ആർക്കായിട്ട് അപ്പുറം കൊടുക്കും. ഒരു 5 കണ്ട് എല്ലാവർക്കും കൊടുക്കും. പിന്നതാണ് ഈ മുട്ട ആണെങ്കിൽ ഒരു 5-10 മുട്ട ഒരാൾക്ക് കൊടുക്കും. മുട്ട് അങ്ങനെ പറിച്ച കളിയില്ല, മുട്ട് കണ്ടാൽ. പക്ഷേ ആടെ വേറാനും കണ്ടിട്ട് പിന്നെ മുട്ട് പൊരിക്കാണ്ട് രക്ഷയില്ല. പിന്നെ ആരും അവിടെ വെച്ചക്കൂല. കണ്ടവരാരും ഇനിയിപ്പോൾ ഏത് വളപ്പത്തായാലും ശരി, അത് ഇപ്പോൾ എൻ്റെ വളപ്പത്താണെന്നോ നിൻ്റെ വളപ്പത്താണെന്നൊന്നുമില്ല, ആരെ വളപ്പത്തായാലും കണ്ടാൾ പറിച്ചിട്ട് കൊണ്ടുപോകും. അതാണ് ഈ കൂൺ കൃഷിൻ്റെ ഒരു അങ്ങനെ ഞാൻ എന്തുകൊണ്ട് നമ്മൾക്ക് അങ്ങനെ ഞാൻ ഈ കർക്കിടക മാസമാകുമ്പോൾ അതിങ്ങനെ ഇനിയിപ്പോൾ എന്ന് വെച്ചാൽ ഈ മാസം കഴിഞ്ഞ് അടുത്ത മാസം മുതൽ നമ്മൾ പുറ്റെല്ലാം പരിശോധിക്കലായി. ഈ സംക്രാന്തി കഴിഞ്ഞാൽ പിന്നെ ഏതാണ്ട് 7-ാം നാളെന്നൊരു നാളുണ്ട്. ആ നാളിൻ്റെ സമയത്താണ് ഉണ്ടാവുക 7-ാം നാളിന്. 7-ാം നാളിന് ഒന്ന് കഴിഞ്ഞാൽ പിന്നെ അന്നും ഇതേപോലെ കർക്കിടക മാസം 7-ാം നാൾ കൂടും മറ്റുള്ളൊരു നാളാണ്. കർക്കിടക മാസം ഈ 7-ാം നാൾ, 16-ാം നാൾ, 28-ാം നാൾ, ഈ 4 നാൾക്കാണ് ഈ കൂണ് നമുക്ക് പുറ്റുമ കുമലെന്നാണ് സാധനം ഉണ്ടാവുക. ഈ 4 ദിവസം നമ്മൾ പരിധി നോക്കിയാൽ എങ്ങനെയല്ല ഏത് പറമ്പത്ത് കയറി കഴിഞ്ഞാലും ഒരു കുമലങ്ങും കിട്ടാണ്ട്, ഒരു പുറ്റിൻ്റെ കുമലങ്ങും ഇല്ലാണ്ട് വരും. പുറ്റുള്ള പറമ്പത്താണെങ്കിൽ ഏതെങ്കിലും ഒരു പുറ്റുമലങ്ങും ഈ കുമലില്ലാണ്ട് വരും. പക്ഷെ ഒരു ദിക്കിലുണ്ടായ 3 കൊല്ലം അവിടെ തുടർച്ചയായിട്ടുണ്ടാവും. പിന്നെ ഒരു 2-3-4 കൊല്ലത്തേക്ക് അടി ഉണ്ടാവില്ല, ആ പുറ്റുമൽ പിന്നെ ഉണ്ടാവില്ല. ഈ 2 കൊല്ലം കഴിഞ്ഞാലുണ്ടായ പുറ്റുമൽ ഇക്കൊല്ലം നമുക്ക് പോയി കൃത്യമായിട്ട് കാണാൻ കഴിയും. അതിൻ്റെ അപ്പുറത്തേക്കില്ല. അങ്ങനെ 3 കൊല്ലം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ആടെ പുറ്റ ഇനി പിന്നെ കുറേ കാലത്തേക്ക് ഉണ്ടാവില്ല. പിന്നെ ആരെയും പോലും പുറ്റ് പൊന്തിയിട്ടായിട്ട് വരണം. അങ്ങനെ 3 കൊല്ലം ഒരു പുറ്റുമൽ നമ്മൾ ഉണ്ടാവില്ല. അതിന് നമ്മൾ വിത്തോ വളം ഇട്ടിട്ടോ ഒന്നുമില്ല വരുന്നത്, തനിയെ അതിൻ്റെ ഒറിജിനൽ ആകുന്ന സമയത്തും അത് വരുന്നതാണ്. പിന്നെ അത് വേറെ അങ്ങനെയാണ്. അങ്ങനെ അത് കഴിച്ചപ്പോൾ അതാണ് നമ്മൾ ഈ പുറ്റുമ കുമൽ എന്ന് പറഞ്ഞ സാധനം. അതിൻ്റെ രുചി പറയാൻ പറ്റില്ല, ഒന്നുമില്ല. അത് നമ്മൾ മുറിച്ചിട്ട് അച്ചാറിടാം, വേവിച്ചിട്ട് അച്ചാറിടാൻ പറ്റും. പിന്നെന്ന് വെച്ചാൽ ഞാൻ ഇക്കൊല്ലം കിട്ടിയിട്ട് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. അച്ചാറിടാൻ പറ്റും. പിന്നെ
വേറെ എന്ന് വെച്ചാൽ എനിക്ക് പിന്നെ വേറെ പറമ്പത്ത് പോകാൻ പറ്റില്ല. എൻ്റെ പറമ്പത്ത് ഉണ്ടെങ്കിലേ എനിക്ക് കണ്ടെങ്കിൽ കിട്ടുള്ളൂ. എൻ്റെ പറമ്പത്ത് ഞാൻ നോക്കിയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ എന്തായാലും എനിക്കായിട്ട് കിട്ടുകയും വേണ്ടേ, ആരും കൊണ്ടുപോയിട്ടവർ കിട്ടൂലല്ലോ. ഞാൻ കാണിച്ചു തരാം. പിന്നെ എന്ന് വെച്ചാൽ പിന്നെ എല്ലാവരും നോക്കണം. ഈ സംക്രാന്തി എന്ന് പറഞ്ഞാൽ കർക്കിടം പിറക്കുന്ന സംക്രാന്തിയായിട്ട് എല്ലാവരും പറമ്പത്തും പോയി നോക്കണം. പുറ്റുണ്ടോ നോക്കണം. പുറ്റുണ്ടെങ്കിൽ 2 ദിവസം മുമ്പേ കണ്ടു വെക്കണം. പിന്നെ ആ ദിവസം പോയി നോക്കിയാൽ മതി. അന്നേരം നമുക്ക് കാണും. പിന്നെ ആ ഭാഗത്ത് മേടിക്കാൻ ഓരോ മട്ടിലും ഇങ്ങനെ എന്തെങ്കിലും എടുത്ത് മറ വെച്ച പോലെ ഇങ്ങനെ കുത്തി വെച്ചാൽ മതി. എന്നാൽ ആൾ കാണാതെ ഒത്തിരി ആൾ കണ്ടാൽ പിന്നെ വളരലും ഓടും. ആൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ വളരലും ഓടും. കാണാണ്ട് ഒറ്റ വളർന്ന് വന്നു കഴിഞ്ഞാൽ വലിയ ഓടയാവും. അല്ലെങ്കിൽ പിന്നെ ചെറിയ മുട്ടായിട്ട് തന്നെ വിരിയും. നമ്മൾ കാണാൻ പാടില്ല. അങ്ങനെയുണ്ട്. പിന്നെ അങ്ങനെ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ചെടി ഇതിനെ കൊണ്ടതിലാക്കുക വെച്ചാൽ നമ്മൾ ഫ്രൈ ആക്കാം. നല്ല ടേസ്റ്റി ആയിരിക്കും, നല്ല രസമായിരിക്കും. കഴിച്ച വേറെ ഫ്രൈ ചെയ്യാൻ ഏറ്റവും നല്ലതായിരിക്കും. ഫ്രൈ ആക്കുന്നതാണ് നല്ലത്. പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ ഇറച്ചി വെക്കും പോലെ നമ്മൾ മസാലക്കറി വെക്കുന്നില്ലേ, ഇറച്ചി വെക്കും പോലെ തന്നെ നമുക്ക് മസാലയിലിട്ടിട്ട് ഉരുളക്കിഴങ്ങ് വേണമെങ്കിൽ ഒരു ഉരുളക്കിഴങ്ങ് കൂട്ടിയിട്ട് ഇട്ടിട്ട് വെക്കാം. ഇത് ഒരുപാട് വെച്ചാലും ഒരു മുറം കൊണ്ടുവന്നാലും വെച്ച് കിട്ടുമ്പോഴേക്ക് ഇത്രയും ഉണ്ടാവില്ല അതിൻ്റെ കഷ്ണം. പക്ഷേ അത് മതി, ആ കഷ്ണമായാലും അത് രുചി ഉണ്ടാവും. അത് തിന്നാലും മതിയാവുകയും ചെയ്യും. അത്രപ്പാട് വേണമെന്നില്ല. ഇപ്പോൾ നമ്മളിപ്പം വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വെച്ചാലും അത് നമുക്ക് ഇഷ്ടംപോലെ എല്ലാവർക്കും മതിയാവും. അങ്ങനെ അതിൻ്റെ അത് ഒരു ഉരുളക്കിഴങ്ങ് എല്ലാം ഇട്ട് കുറച്ച് മസാലപ്പൊടിയിട്ട് മസാലക്കറിയിലാക്കി വെച്ചാൽ എല്ലാ കറിക്കും എല്ലാറ്റിനും കഴിക്കുകയും ചെയ്യാം. അത്ര നല്ല സാധനം. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ ആദ്യത്തേത് ഇടിക്കുമലി. അതും ഇതേപോലെ അതെന്ന് വെച്ചാൽ നമ്മൾ ഇടിക്കുമലി കിട്ടിക്കഴിഞ്ഞാൽ ഒറ്റൊന്നും കിട്ടും. വണ്ണ വണ്ണം ഉണ്ടാവും, 2 വണ്ണം ഉണ്ടാവും, മറ്റേതും ഉണ്ടാവും. ആ 1 2 കിട്ടും. അത് ഇവിടുന്ന് കിട്ടി ചില സമയം 1 2 അടുത്ത് തന്നെ ഉണ്ടാവും, അപ്പുറം ഇപ്പുറമായിട്ട്. അങ്ങനെ വേറെ ചുറ്റും ഇടിയും പരയിലുണ്ടാവും. ഇനിയത്തെ ഇടി വരുമ്പോൾ ആദ്യം ബുദ്ധി ഇടി വെച്ചാൽ വലിയ ഇടി ഇടിക്കും. പുതിയ ഇടി ഇടിക്കുമ്പോൾ ഇത് ഇടിക്കുക ഉണ്ടാവുക. പുതിയ ഇടി നല്ല വലിയ ഇടി വരുന്ന സമയത്താണ് ഇടിയുമ്പോൾ കുമ്മിൽ കൊണ്ടുപോകുന്നത്. അത് നമ്മൾ എന്തായാലും പറമ്പത്ത് എവിടെ കഴിഞ്ഞാൽ ഒരു കുമ്മിൽ കിട്ടാണ്ടിരിക്കില്ല. ഒന്ന് റോഡ് സൈഡിലായാലും ഉണ്ടാവും, എവിടെയായാലും കിട്ടും, കാണും. പിന്നെ പൊയ്ത്ത് ഭയങ്കര വിഷമമാണ്. അത് കണ്ടാൽ ആർക്കും ഒരു കറി വെക്കാനുണ്ടാവും. അതും നമുക്ക് ചക്കക്കുരു ഇട്ടിട്ട് കറി വെക്കാം. ചക്കക്കുരു ഇട്ടിട്ട് ഇത് കറി വെക്കാം. ചക്കക്കുരു ഇട്ടിട്ട് ഫ്രൈ ആക്കാം. ഈ ചക്കക്കുരു നല്ലതാണ്. ചക്കക്കുരു ഈ ഈ കുമലിന് അസൽ കറിയാണ്. പിന്നെ എന്ന് വെച്ചാൽ അതും കൂടി അങ്ങനെയുള്ളത്. പിന്നെ 4ാമത്തെ എന്താ പറയുക വെച്ചാൽ ഈ 3ാമത്തേതെന്ന് വെച്ചാൽ ഈ തുലാമാസമാണ്. തുലാമാസമാണ് 3ാമത്തെ കൃഷി ഉണ്ടാവുക. 3ാമത്തെ കൃഷി ഈ തുലാമാസം എന്ന് പറയുമ്പോൾ അരിക്കുമൽ എന്ന് പറയാം. നമ്മളിപ്പം നടന്നു പോകുമ്പോൾ എല്ലാവരും ഒരു വെള്ള ഇങ്ങനെ അലുത്തിട്ട പോലെ മരത്തിൻ്റെ മണ്ടക്കായാലും വഴിക്കായാലും അതെല്ലാ സ്ഥലത്തും ഉണ്ടാവും. അത് എന്താ ഈ വെള്ള പൂപ്പൽ പോലെ കണ്ടിട്ടുണ്ടോ? അത് തേച്ച് അരിക്കുമലാണ്. അതിങ്ങനെ ചെറിയ പൂ പോലെയാണ്. ഒരു പൂ പോലെ ഇങ്ങനെ ഇന്ന് കണ്ടു കഴിഞ്ഞാൽ നാളേക്ക് അത് വിരിഞ്ഞ് കഴിഞ്ഞാൽ അപ്പാടെ നമുക്ക് പറിച്ചെടുക്കാം. അത് പറിച്ചെടുത്ത് കഴുകിയിട്ട് നമുക്ക് മോര് തൊട്ടിട്ട് കറി വെക്കാം. മോരും തൊട്ട് കറി വെക്കാനാണ് ഏറ്റവും ബെസ്റ്റ്. അത് മറ്റേ കറിക്കല്ല, മോരും തൊട്ടിട്ട് കറി വെക്കുക, അതിനാണ് അത് ബെസ്റ്റ്. പിന്നെ നമുക്ക് വറുത്തിട്ടുന്ന ഉള്ളിയും എല്ലാം മസാലയിലിട്ടിട്ട് വറുത്തിട്ട് കഴിക്കുക, വറവാക്കുക. അങ്ങനെ വറുത്തിട്ട് അങ്ങനെയെല്ലാം കഴിക്കുക. അതിനാണ് ആ കറി. അതും കൂടി നമ്മളെന്താ ഉണ്ടാക്കുക വെച്ചാൽ പിന്നെ ഇതേപോലെ തന്നെ അത് എല്ലാ പറമ്പത്ത് പുറ്റിനൊന്നല്ല. അതെങ്ങനെയാണ് വരുന്നതെന്ന് എനിക്കറിയില്ല. അതിൻ്റെ യഥാർത്ഥ ഉത്ഭവം എങ്ങനെയാണെന്ന് പറയുന്നില്ല. പക്ഷേ നമ്മൾ ഇട്ടപ്പുറത്തായാലും മണ്ണിൻ്റെ മേലെയായാലും നമ്മളിങ്ങനെ തറച്ചു കൂട്ടി മണ്ണിൻ്റെ മേലെ ആടിയെല്ലാം വരും. അതും എനിക്ക് തോന്നുന്നു വെച്ചാൽ ഈ ഉറുമ്പിൻ്റെ ഈ കറുത്തൊരു ഉറുമ്പിൻ്റെ കൂട്ടില്ലേ, കറുത്ത ഉറുമ്പ്, ആ ഉറുമ്പിൻ്റെ അതിൻ്റെ ചാല് പോയി അതിലേ കൂടി എല്ലാം ഇങ്ങനെ അത് അലുത്തിട്ട് വെള്ള പോലെ ആയിട്ട് ആടുന്നെല്ലാം കിട്ടുന്നതാണ്. അതും ഈ ഉറുമ്പിൻ്റെ പോക്കിൽ തന്നെയാണ് അത് വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു കാണുമ്പോൾ. എന്നുവെച്ചാൽ അതെങ്ങനെയാണ് ആടെ വരുന്നുണ്ട്. അത് എവിടെയായാലും അത് ഇങ്ങനെ ഇന്ന സ്ഥലമൊന്നുമില്ല. അത് വരുന്ന സ്ഥലം വെച്ചാൽ ഈ സൈഡിലായാലും നമ്മൾ ഈ മണ്ണെല്ലാം എടുത്തിട്ട് ഇങ്ങനെ കുത്തനെ ചാടി ആ സൈഡിൽ കൂടിയെല്ലാം വരും. എവിടെയായാലും അത് വെള്ളം കണ്ടാടെ എടുത്തിട്ട് കണ്ടാൽ നമുക്ക് അവിടെ പോയി കൊടുക്കുന്നത് വഴിക്കായാലും ഇന്ന സ്ഥലമൊന്നുമില്ല. ഏടിനെ കിട്ടിയെടുത്തെല്ലാം ഉണ്ടാവും. അതിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലം നമ്മളിങ്ങനെ പറിച്ച് പൊരിച്ചിട്ട് അങ്ങനെ ചെറിയ പൊരിച്ച് ചെയ്യുക. ഇങ്ങനെ നമ്മൾ ചെറുങ്ങനെ ഇത്രയും ഉണ്ടാവും. അത് പറിച്ചിട്ട് കഴുകിയിട്ടെടുക്കില്ല, മുറിക്കാനൊന്നും ഉണ്ടാവില്ല. അത് നല്ല പൂ പോലെയാണ്. അതിൻ്റെ ചെക്കിപ്പൂവില്ലേ, നമ്മൾ ചെക്കിപ്പൂ അറിയില്ലേ, തോട്ടച്ചക്കിയായാലും മറ്റേ ചക്കിയായാലും അറിയില്ലേ, ആ തോട്ടച്ചക്കിയായാലും ഉണ്ട്, ചെക്കി മന്ദാരം അതിൻ്റെ പൂവായാലും അതേപോലെ ഉണ്ട്. അതായാലും ഇതുമായാലും രണ്ടും കണക്കാണ്. അതുകൊണ്ട് ഇതെന്ന് വെച്ചാൽ ഈ കൂണെന്ന് പറയുന്നത് നമ്മൾ കൃഷി ചെയ്യുന്നതിനെക്കാട്ടി നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതിനെക്കാട്ടി നമ്മളിങ്ങനെ ഇതിങ്ങനെ തന്നെത്താൻ കിട്ടുന്ന ഭൂമി നമുക്ക് പിന്നെ ഈ ഭൂമിൻ്റെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന പിന്നെ
ഇതാണ് നമുക്ക് വേണ്ടത്. അതാണ് നമുക്ക് ഭക്ഷണം കഴിക്കാനും നല്ലത്. അതാണ് നല്ല രസം. പിന്നെ രുചി കൂടുതലും നമ്മൾ ഉണ്ടാക്കുന്നതിന് അത്ര രുചി ഉണ്ടാവില്ല. എന്തായാലും അവർക്ക് പ്രകൃതിയിൽ നിന്ന് വരുന്നതല്ല, നമ്മൾ കൊടുത്ത അതിൻ്റെ അകത്തു നിന്നാണ് ആഹാരം കഴിച്ചിട്ട് അവരുണ്ടായിട്ട് വരുന്നത്. ഇതങ്ങനെയല്ല, ഇത് പ്രകൃതി തന്നെത്താൻ അവർക്ക് കൊടുത്ത ആ ഭക്ഷണം ആഹാരം കൊണ്ടാണ് അവരുണ്ടാക്കി ചെയ്യുന്നത്. അന്നേരം വെച്ചാൽ നമുക്കതൊരു കളങ്കമില്ലാത്ത ഒരു രോഗമാണ്. ഇപ്പോൾ പുല്ലാണ് നമ്മൾ സാധാരണ കുങ്കൃഷി വെച്ചിട്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ പുല്ല് നമ്മൾ എന്തായാലും അതിൽ എന്തെങ്കിലും അണുക്കൾ വരുമോ മറ്റുള്ളത് ചെയ്താൽ പിന്നെ അത് നന്നാവുകയില്ല പോലെ. അതാണ് അതിൻ്റെ രസം. ഇതാകുമ്പോൾ അവർ ഇട്ട് കഴിഞ്ഞാൽ അവർ പ്രകൃതി നമുക്ക് തരുന്നതെങ്കിൽ അതെല്ലാം ഒരുപോലെ നന്നായിട്ട് ഒരുപോലെ ആയിട്ട് ഇങ്ങോട്ടേക്ക് വരും. അതാണ് ഇതിൻ്റെ മാറ്റം. അതുകൊണ്ട് എല്ലാവരും നോക്കുക. ഞാനിപ്പോൾ ഇത്തിരി പറയുന്നുള്ളൂ. എല്ലാവരും നോക്കുക. കർക്കിടകം പറക്കാനായി, അതുകൊണ്ട് നിങ്ങൾക്ക് തരുന്നൊരു വിവരമാണ് ഞാനിത്. ഈ വിവരം നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പം തന്നെ മഴ പുതിയ ഇടിയെല്ലാം ഒടിച്ചിട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറമ്പത്ത് കയറി നോക്കണം. ഈ നമ്മൾ റോഡ് സൈഡിലായാലും പറമ്പത്തല്ല ഈ വട്ടക്കൊമ്പിൽ, വെള്ളക്കൊമ്പിൽ, വട്ടക്കൊമ്പിൽ, പിന്നെ വേറെ ഒരു പ്രാന്തക്കൊമ്പിൽ പറഞ്ഞിട്ടൊരു കൊമ്പിലുണ്ട്, അതെടുത്ത് കഴിച്ചേക്കരുത്. ഇത് നല്ല തോട് തണ്ടുകൂടെ നല്ല കട്ടിയുണ്ടാകും. മറ്റേത് വിളുവിൾ മാക്കുമ്മലെന്ന് പറയും. ഈ മാവിൻ്റെ എല്ലാം പിന്നെ പൂതൽ പോലെയാവും. ഈ മാവിൻ്റെ മണ്ട മുറിച്ചിട്ട് അയിമ്മലെല്ലാം ഇങ്ങനെ പറ്റി നിൽക്കും കുറേ കുമ്മൽ. അതൊന്നും എടുത്തേക്കല്ലേ. പ്രാന്തകുമ്പിലിൻ്റെ കുമ്പിൽ അതും എടുത്തേക്കരുത്. ഈ കുമ്പിൽ എന്ന് പറഞ്ഞാൽ മറ്റേത് ഈ പുറ്റുമ്പക്കുമ്പിലാണ് പുറ്റുമ്പുല് മാത്രമേ ഉണ്ടാവുള്ളൂ. മറ്റേ കുമ്പിലല്ലാതെ മറ്റേ കുമ്പിൽ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. നല്ല ഉറപ്പുണ്ടാവുക ആ കുമ്പിലിന്. ഈ മാക്കുമ്പൽ പോലെ പതൽ പോലെയല്ല, മുറിച്ചാൽ പൊട്ടിക്കാണ്ട് കിട്ടില്ല. ഇത് നല്ല പൊട്ടിച്ചിങ്ങനെ അല്ലി പോലെ അളന്നതിൻ്റെ തോല് പുറത്തേക്ക് പോകും. അതാണ് അതിൻ്റെ ഇത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പം നോക്കേണ്ട സമയമാണ്. ഇനിയിപ്പം ഇത് ഇടവല്ലേ, മിഥുനം കൂടി കഴിഞ്ഞാൽ മിഥുനം കഴിയാനാകുന്ന സമയമാകുമ്പോൾ നിങ്ങളൊരു 27, 28 ആകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ മുട്ടിട്ട് വരുന്നുണ്ടോ, പുറ്റുമ്പിൽ മുട്ടിട്ട് വരുന്നതാണ്. നിങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് വിവരം അറിയിക്കണം. എല്ലാവരും കമൻ്റ് ഇടണം. കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ശരിക്കും കണ്ടാലേ അറിയില്ല. 2-3 ദിവസം 28, 29 അല്ല സംക്രാന്തി അപ്പാണെന്ന് നോക്കുക. 30-ാം തീയതി 31 അറിയില്ല. 30-ാം തീയതി നോക്കിയാൽ മതി. 30-ാം തീയതി നോക്കാം. അതിലിടയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ അത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ വളർന്നില്ല എന്ന് വരും. അതുകൊണ്ട് അവർ 30-ാം തീയതി നോക്കിയാൽ സംക്രാന്തി ആയിട്ട് രാവിലെ പോയി നോക്കിയാൽ മതി. എവിടെയെങ്കിലും പൊന്തി വന്നിട്ടുണ്ടോ നോക്കിയാൽ. അതായത് നമ്മൾ നോക്കുമ്പോൾ വെള്ള പോലെ കാണിങ്ങനെ ഒരുപോലെ ഇങ്ങനെ നമ്മൾ പുറ്റുള്ള സ്ഥലം നിങ്ങൾ കണ്ടുവച്ചാൽ മതി. നോക്കുന്നത് സംക്രാന്തിയിൽ നോക്കിയാൽ മതി. സംക്രാന്തി 7-ാം തീയതി മറന്നു പോകും. 7-ാം തീയതി കർക്കിടകം 7, കർക്കിടകം 16, കർക്കിടകം 28. ഈ 4 പ്രാവശ്യവും നിങ്ങൾ വെറുതെ നിങ്ങൾക്ക് ഇത് കിട്ടും. ആടുന്നൊരിക്കലും ഉണ്ടാവും. ഒരിക്കലും ഉണ്ടായത് ഒറ്റൊരു പ്രാവശ്യം ഉണ്ടാവില്ല. പിന്നെ വേറെ തരത്തിൽ എവിടെയെങ്കിലും പോയി പരിധി നോക്കിയാൽ ഇപ്പം വലിയ അണ്ടിക്കാട്, അണ്ടിത്തോട്ടം അങ്ങനെയുള്ള സ്ഥലത്താണ് ഒരുപാടുണ്ടാവില്ല. ഈ ബൈക്കിൽ നോക്കാൻ പോകുന്നവർക്കെല്ലാം ഒരുപാട് കൃഷി ഒരു ദിവസം ചെയ്യാണ്ട് കൊത്തിയിട്ട് കൊണ്ടുവരും. ഈ കർക്കിടക മാസം 3/4 ഭാഗം കൊണ്ടുവരും. അങ്ങനെയാണ്. എന്നുവെച്ചാൽ 1, 2, 3 ദിവസം നിൽക്കും ഇത് വിരിഞ്ഞാൽ. അത്രയും നിൽക്കില്ല. പിന്നെ പുഷു വരും. പുഷു വന്നാൽ പിന്നെ നമുക്കത് വിഷമമുണ്ടാവും. അതിൻ്റെ അഴുക്കിലെല്ലാം കൂടി പുഷു വന്ന് തിന്നു വയ്യ. പിന്നെ അത് ഇതായിപ്പോവും, നാറ്റം പിടിക്കും. അങ്ങനെയാണ്. അതുകൊണ്ട് നമ്മളിപ്പം നോക്കണം. നിങ്ങൾ ഇനി എന്താ വേണ്ടത് വെച്ചാൽ ഇതും കൂടി നോക്കിയിട്ട് അതിൽ കിട്ടിയിട്ടാകുമ്പോൾ നിങ്ങൾ എനിക്ക് കമൻ്റ് ഇടണം. എനിക്ക് എന്താ ചെയ്തതെന്നുള്ളത് ഇതും കൂടി നിങ്ങൾ കാണിക്കണം കേട്ടോ. അത്രയും എനിക്ക് പറയാനില്ല. ഇന്ന് ഇത്രയേ ഉള്ളൂ. നാളെ നമുക്ക് വേറെ ഒരു പുതിയ അറിവുമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാം. പണ്ടത്തെ അനുഭവങ്ങളുമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാം. ഇന്നിപ്പം ഇത്രയേ ഉള്ളൂ. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നന്ദി.